ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സേഫായിരിക്കുന്നെന്ന് കരുതുന്നു. ഇപ്പം മഴയൊക്കെ ഇപ്പം തിമിർത്ത് എല്ലായിടത്തും പെയ്യുകയാണ്. ഏറെക്കുറവ് ഇടങ്ങളിലൊക്കെ വെള്ളമൊക്കെ കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അവിടെ എല്ലാം വെള്ളമൊക്കെ ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പിന്നെ എളുപ്പം വെള്ളം അറിയത്തില്ല. 2018 ആണെങ്കിലും നമുക്കിവിടെ വലിയ ഇതൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് പുറകിലൊരു തോടുണ്ട്. ആ തോട്ടിൽ വെള്ളം വരുന്നതനുസരിച്ചാണ് നമ്മൾ വെള്ളം പൊക്കം അറിയുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ആ തോടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടെ ഇതിലും ഇച്ചിരി കൂടെ വെള്ളം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പം വലകളൊക്കെ ഇട്ടിട്ടുണ്ട്. ചൂണ്ടയിടാനായിട്ട് ഇതുവരെ ആരും വന്നില്ല. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷമൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സ്കൂളിലൊന്നും പോകണ്ടായിരുന്നു, അവധിയായിരുന്നു. വെള്ളപ്പൊക്കം ആയതുകൊണ്ട് അവധിയാണ്. അപ്പോൾ ഇനി എന്നത്തേക്കാണ് സ്കൂളിൽ നാളെ ഉണ്ടോ ഇല്ലോ എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പം തന്നെ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് പുറത്ത് പോകാനായിട്ടൊന്ന് തയ്യാറായിക്കാണ്. മഴ ഇപ്പം പെയ്ത് ഒന്ന് തോർന്ന് നിൽക്കുകയാണ്. ഇപ്പം രണ്ടുപേർക്ക് ഇന്ന് അവധിയാണ്. മിലൻ എൻ്റെ ഇവിടെ കിടപ്പുണ്ട്, ആക്കു അകത്തും കിടന്നു. രണ്ടുപേരും ഫോൺ കണ്ടുകൊണ്ട് കിടക്കുവാണ്. ഇപ്പം മഴ തോർന്ന് നിൽക്കുകയാണ്. പോകുന്ന വഴി വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പം നമുക്ക് പോകുന്നിടത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വെള്ളമൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം വെള്ളമോട്ട് കാണിച്ച് വെട്ടം കൊണ്ട് നല്ലതായിട്ട് കാണത്തില്ല. അപ്പം നമുക്ക് വീഡിയോ പോകുന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ പോകാൻ ഇറങ്ങിയത് നല്ല മഴ തുടങ്ങിയിട്ടുണ്ടോ. നല്ല സൂപ്പർ മഴയാണ്. ഇനി ഈ മഴയൊന്ന് ചെറുതായിട്ട് തോർന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ. മഴയുടെ സൗണ്ട് കൊണ്ട് കേൾക്കാൻ പറ്റുമോ അറിയത്തില്ല. നല്ല മഴയാണ്, കാറ്റും ഉണ്ട് അതുപോലെ. അപ്പം ചെറുതായിട്ടൊന്ന് തോർന്ന ശേഷം പോകാവും. നല്ല ശക്തമായിട്ട് തന്നെയുള്ള മഴയാണ്. നമ്മുടെ ആ ആത്ത നിറച്ച് ആത്തയ്ക്ക ഉണ്ട്, പക്ഷേങ്കിൽ ഇപ്പോൾ എടുക്കുന്നില്ല. ഈ മഴ തോരുന്ന സമയം നോക്കി കിളികളൊക്കെ ഇഷ്ടം പോലെ വന്ന് അതിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എടുക്കാനായിട്ടൊരു പേടിയാണ്. മഴയൊന്ന് തോർന്നപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. പകുതി വഴിയായപ്പോൾ വീണ്ടും മഴയായപ്പോൾ ഇത് കടയിൽ കയറി നിൽക്കുകയാണ്. കണ്ണ് കാണാൻ വയ്യാത്തോട്ടുള്ള മഴയാണ്. മഴ തോർന്നതിന് ശേഷം ഇനി നമുക്ക് കാണാം. മഴയൊക്കെ തോർന്ന് ഞാൻ തന്നെ ഇപ്പം എളുപ്പവഴിയായിരുന്നു നമുക്ക് ഇതുവഴി പോകാനുള്ള. ഈ പാലം വഴി എളുപ്പം നമ്മൾ ചെല്ലേണ്ടടുത്ത് എത്തുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കിന് എല്ലാവരും വണ്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തള്ളിക്കൊണ്ടൊക്കെയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ അവിടെ ആ പാലത്തിൻ്റെ താഴ്ഭാഗം എല്ലാം നന്നായിട്ട് വെള്ളം നിറഞ്ഞുകൊണ്ടോ. അപ്പം പിന്നെ ഞാൻ അതുവഴി പോയില്ല. അവിടെ അപ്പം വണ്ടിയൊന്നും ഇതായിട്ട് ഞാൻ അവിടെ വീഡിയോ എടുത്തതാണ്. വെള്ളം ഒക്കെ നിങ്ങളെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നല്ല വെള്ളമുണ്ട്. നമ്മളിനി ഏതായാലും മെയിൻ റോഡ് വഴി പോകാനുമാണ്. ആ ചേട്ടൻ ഇതുണ്ട്, ആ ചേട്ടൻ്റെ വണ്ടി ഇവിടെ ഇരിക്കുകയാണ്. ആദ്യത്തെ ഒരു വണ്ടി അവിടെ രണ്ടുപേരും കൂടെ തള്ളിക്കൊണ്ട് അപ്പുറത്തായി ഇതുണ്ട്. ഇനി എപ്പോൾ അടുത്ത വണ്ടി എടുക്കാൻ വേണ്ടി വരും. ഞാൻ പക്ഷേ ഇനിയിപ്പം ഇതുവഴി പോകുന്നില്ല, റിസ്ക് എടുക്കുന്നില്ല. മെയിൻ റോഡ് വഴി പോകാനാണ് നമ്മുടെ വണ്ടി തോണ്ടോണ്ടിരിക്കുന്നത്. ഇവിടെ ആറെല്ലാം മുങ്ങി വന്നതാവെല്ലാം കണ്ടോ. മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ ആ റോഡ് വഴി പോയില്ല. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം അവിടെ കയറിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുന്ന പാലത്തിലോട്ടാണ്. ആ പാലമാണെങ്കിൽ വെള്ളം തൊട്ടില്ലെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ തിരിച്ച് മെയിൻ റോഡ് വഴി തന്നെ വന്ന് ഇപ്പം പച്ചക്കറികളും മീനൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാവുന്നത് കൊണ്ട് പോയതാണ്. മഴ തോർന്ന് നിൽക്കുന്നതായിരുന്നു. അപ്പം പിന്നെ ഞാനത് ചക്കയും അതുപോലെ ഉണക്കമീനാണ് മേടിച്ചത്. ഇതെല്ലാം മേടിച്ച് വെള്ളം റോഡിലെല്ലാം കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മീൻ മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേനും നമ്മുടെ ട്യൂഷൻ കുഞ്ഞുങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ട്യൂഷനെല്ലാം കഴിഞ്ഞ് മഴ തോർന്ന് നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞു പഠിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ മഴ തോർന്ന സമയത്ത് അങ്ങ് വിട്ടേക്കാനും അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം വന്നപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പം നിങ്ങളുടെ അവിടെ എങ്ങനെയുണ്ട്? വെള്ളമൊക്കെ എങ്ങനെ കയറാൻ തുടങ്ങി, മഴയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഇത് കാണുന്നത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.